ഇപ്പോഴും ഉണ്ട് ഈ 1 മണി ടു 2 മണി ഉറക്കം? കുറച്ചു നേരം ഫ്രീ ആണെങ്കിൽ ഉറങ്ങും. സിനിമ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇരിക്കേണ്ടതാണെങ്കിൽ ഇരിക്കും. അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ, കാരണം ഒരു ബ്രേക്ക് ഇപ്പൊ എഴുത്തിൽ നിന്ന് കിട്ടിയൊരു ശീലമാണത്. ആ എഴുതാൻ നേരത്ത് സാധാരണ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എഴുതാനിരുന്ന് കഴിഞ്ഞാൽ ആ എഴുത്തിൻ്റെ ഫ്ലോയിൽ ഒരു ഉച്ച വരെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചക്ക് 2 മണിയൊക്കെ കഴിഞ്ഞൊക്കെ പോവും. അതൊരു മൂഡ് പോലെ മറന്നു പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക്. 3 മണി 3:30 ആയി. അപ്പോൾ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക്, അവിടെ ഒരു കുക്കും ഉണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മാത്രം ഭക്ഷണം എടുത്താൽ മതി, അല്ലാണ്ട് ഭക്ഷണം റെഡിയായെന്ന് പറഞ്ഞ് വിളിക്കരുത് പറഞ്ഞിട്ട് എഴുതുന്ന സമയത്ത്. അപ്പോൾ ഇവൻ വിളിച്ചില്ല. 3:30 4 മണിയായപ്പോൾ അവൻ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവനെ വിളിച്ചപ്പോഴാകുമ്പോൾ സാറേ ഊഴേച്ചില്ല പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വിശപ്പുണ്ടാവുക ചില സന്ദർഭങ്ങളും പറഞ്ഞു, എല്ലാ ദിവസവും അല്ലേ പറഞ്ഞത്, ചില മൂഡിൽ നല്ല ഫ്ലോയിൽ വരുമ്പോൾ ചിലപ്പോൾ എല്ലാം വിട്ടുപോയിട്ട് എഴുതും. അപ്പോൾ പിന്നെ അത് കഴിച്ചിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഉച്ചക്ക് ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ബ്രെയിൻ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഭാതം കിട്ടിയ പോലെ ഫ്രഷാണ്. പിന്നെ വൈകുന്നേരം ഒരു 6 മണി തൊട്ട് അല്ലെങ്കിൽ 7 മണി തൊട്ട് അങ്ങോട്ട് ഇരുന്ന് എഴുതിയാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം അങ്ങനെ ഉച്ചക്ക് ഉറങ്ങി ആ സമയം വരുമ്പോൾ ചെറിയൊരു ഉറക്കം വരാൻ തുടങ്ങി. എല്ലാ കഥകളിലും ഈ സ്നേഹം അങ്ങിങ്ങായിട്ട് ഇട്ട് വെച്ചിട്ട് സ്നേഹമായിരിക്കും ഹെൽപ്ഫുൾ ആവുക. ഇത് അറിയാതെ തന്നെ വരുന്നതാണോ തിരക്കഥകളിൽ? അതെ, അത് നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവമായിരിക്കാം, ഒരു എഴുത്തിന്റെ ഒരു ശീലത്തിന്റെ ഭാഗവും. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം കുറെയൊക്കെ നമ്മുടെ എഴുത്തിൽ വരും. നമ്മുടെ ഇഷ്ടങ്ങൾ വരും, നമ്മുടെ ആഗ്രഹങ്ങൾ വരും, നമ്മുടെ സങ്കല്പങ്ങൾ വരും. അപ്പൊ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് വളരെ നെഗറ്റീവ് ക്യാരക്ടറാണ് കലാമണിയുടെ ക്യാരക്ടർ അല്ലേ? പക്ഷെ അയാൾക്ക് അനിയനോട് ഭയങ്കര സ്നേഹമുണ്ട്, വിനായകനോട് ഭയങ്കര സ്നേഹമുണ്ട്, വിനായകന് ചേട്ടനോട് സ്നേഹമുണ്ട്. ക്രിമിനൽ മൈൻഡ് ആണെങ്കിലും പറയണം, ചേട്ടാ എനിക്കറിയാം ചേട്ടാ, എടാ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല, പെട്ടുപോയതാണ് ചേട്ടൻ എന്ന് പറയുമ്പോൾ അവനത് മനസ്സിലാക്കുന്നുണ്ട്. ചേട്ടൻ പോലീസുകാർ എല്ലാം നിൽക്കുന്നു, ചാനലുകാർ നിൽക്കുന്നതുകൊണ്ടാണ് എന്നെ തല്ലിയെന്ന് പോലും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇരുമ്പാണെങ്കിലും കരിങ്കല്ലാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ വില്ലന്മാരാണെങ്കിൽ ആരും വില്ലന്മാരായിട്ടൊന്നും ജനിക്കുന്നില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഒരു റിയാലിറ്റി വെച്ച് ചിന്തിക്കുകയാണ് നമുക്ക്. അല്ലെങ്കിൽ ഈ കൊടും വില്ലന്മാരെ സാധാരണ എപ്പോഴും ഗോഡൌണിലോ ഇവരുടെ ഒരു ഗ്യാങ് മാത്രം കൂടുന്ന ഒരു ഏരിയയാണ് എപ്പോഴും സാധാരണ സിനിമയിൽ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഞാനത് മണിയുടെ ഒരു ഫാമിലി തന്നെ ആക്കി. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. കാരണം ഈ വില്ലന്മാർക്ക് എന്താ കുടുംബം ഉണ്ടാവൂലേ, അവർക്ക് അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് മണിക്കൊരു അമ്മ, ആ നടേശന്റെ കഥാപാത്രത്തിന് ഒരു അമ്മയുണ്ട്, ഒരു മകനുണ്ട്, അവനാണ് ഇന്ന് വയലിനൊക്കെ വായിക്കുന്നത്, ഭാര്യയുണ്ട്, അനുജനുണ്ട്. അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും അയാൾക്കൊരു കുടുംബം ഉണ്ടാക്കി. ആ കുടുംബത്തിൽ തന്നെ അയാളുടെ ജീവിത പശ്ചാത്തലം അറിഞ്ഞു പറയാതെയൊക്കെ വരുന്നുണ്ട്. കാരണം അമ്മ മെന്റൽ പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. അമ്മ ഒരു പിന്നാമ്പുറ കഥയൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. നിന്റെ അച്ഛൻ ചോര കുപ്പിയാ മരിച്ചെന്ന് പറയുന്നത്. അപ്പൊ അങ്ങേരും കുഴപ്പക്കാരനായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ട്രോമയിലായിരിക്കും ഇവരിങ്ങനെ ആയത്. പക്ഷെ മക്കളുടെ പ്രവൃത്തികളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മോൻ നശിച്ചു പോണേ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ഒരു മോൾഡ് ചെയ്ത് എടുത്താണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പം മണിക്ക് അതിൽ ഇറിറ്റേഷൻ ഉണ്ട്, എന്നാലും അതൊക്കെ അങ്ങനെ സഹിച്ചു പോകുന്നു. മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്നു. ഒരു വില്ലന്റെ കുടുംബത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ വരുമ്പോൾ അതിനൊക്കെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യും. വില്ലനായിട്ട് മാത്രം ഒരു ഗോഡൌണിലോ അല്ലെങ്കിൽ 4 ഗുണ്ടകളുടെ നടുവിലോ നിർത്താതെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ ആലോചിച്ച് തന്നെ ചെയ്തതാണ്. ആരും ഇവനെ ഇടിക്കരുത്, ഈ ഫ്ലിപ്പ് ത്രൂ ഔട്ട് ഉണ്ടാകും സിനിമയിൽ. അതെന്ന് വെച്ചാല് അതൊരു ക്യാരക്ടറിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പൊ ലാലേട്ടന്റെ ക്യാരക്ടർ നമ്മൾ ഒട്ടും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത, അടിച്ച് അപ്പനെയും പറ്റിക്കും, ഒരു കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി അത് അപ്പൻ്റെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അപ്പൻ്റെ എഴുതി മേടിക്കുന്നുണ്ട് സംഭവങ്ങൾ മൊത്തം ലോണിന് വേണ്ടിയിട്ട്. പക്ഷെ ഇയാളുടെ മനസ്സിൽ അപ്പനോടും പെങ്ങന്മാരോടൊക്കെ നല്ല സ്നേഹമുണ്ട്. അങ്ങനെയുള്ള ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തരികിട പരിപാടികളുണ്ടാവും, പക്ഷെ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, കൂട്ടുകാരോട് സ്നേഹമായിരിക്കും, പാരന്റ്സിനോട് സ്നേഹമായിരിക്കും. പക്ഷെ നിവൃത്തിയോട് കൊണ്ട് ചെയ്തു പോകാന്നാണ് ഇവര്. പിന്നെ എന്ന് പറഞ്ഞാല് ഇവരുടെ ഒരു നന്മ അതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാല് ഇവര് പറയുന്നുണ്ട്, തലയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഞാനത് കൈയും കാലും വെട്ടാൻ വല്ലവന്മാരെ കാശിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പണിക്ക് നിൽക്കാറില്ല, ന്യായമായ കാര്യത്തിന് വേണ്ടി. ഇതിൽ തന്നെ എടുത്തു നോക്കിക്കോ, ഇവരുടെ ഗ്യാങ്ങിലുള്ള മണിക്കൂട്ടനെ തല്ലിയനാണ് ആദ്യം തടി.
ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൃത്യമാണ് ഇവര്. പെൺമണി ഭാവനയുടെ ക്യാരക്ടറിനെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു ഇതിനാണ് അവന് തിരിച്ച് അടി കൊടുക്കുന്നത്. പിന്നെ ഈ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിനെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് മറ്റവരെ തല്ലുന്നത്. അപ്പനെ തല്ലുന്നതുകൊണ്ടാണ് സിഐനെ തല്ലുന്നത്. ഇങ്ങനെ എല്ലാത്തിനും ന്യായമുണ്ട്. അപ്പം ഭയങ്കര ഒരു ഭീകര കുഴപ്പക്കാരനല്ല ഈ തല. അയാളുടെ മനസ്സിൽ നന്മയുണ്ട്. അപ്പൊ പറഞ്ഞ അപ്പനെയും പെങ്ങന്മാരൊക്കെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ട് എനിക്ക്. ഞാൻ പിന്നെ എങ്ങനെയാണ് നന്നാകേണ്ടത്? ബിസിനസ് ചെയ്യണോ? അപ്പൻ തട്ടിട ഇട്ടുകൊണ്ട് എനിക്ക് തട്ടിട ഇടാൻ പറ്റുമോ? ഒന്ന് നന്നാനുള്ള വല്ല ലേഹ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച എന്നൊക്കെ പറയുന്നത് അത് ഹ്യൂമറായിട്ടല്ല ആക്ച്വലി പറയുന്നത്. ആ ക്യാരക്ടർ അങ്ങനെ പറയുള്ളൂ. അയാൾക്ക് അയാൾ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലേ? ഈ വൈബ് അതല്ല, അത് എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ ഒരു കണ്ടിന്യൂറ്റി വേണമല്ല. അല്ലാണ്ട് ഇടക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വേറെ വേദവാക്യം പറയുന്ന പോലെ ആ ക്യാരക്ടർ മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു കഥാപാത്രം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡ്രസ് കണ്ടിന്യൂറ്റി നോക്കുന്ന പോലെ ആ കഥാപാത്രം ചിലപ്പോ ചില ആവശ്യമില്ലാതെ ചില ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ അഡീഷണൽ ചില ഡയലോഗ് പറയും. അപ്പൊ നമ്മൾ പറയും ആ ക്യാരക്ടർ അങ്ങനെ പറയില്ല ഒരിക്കലും. ചിലപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ മുള്ളനെ കൊണ്ട് അന്താരാഷ്ട്ര ഒരു കാര്യം പറയാൻ ആയിട്ട് പറ്റില്ല. അപ്പൊ അയാൾ അങ്ങനെ ചിന്തിക്കില്ലെന്ന് നമ്മൾ ചിന്തിക്കണം. അയാളുടെ വിവരവും അയാളുടെ വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ട്, ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ സംസാരിക്കും, എന്തെല്ലാം അറിവുകേടുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ വരും, ഡയലോഗിൽ വരും. അത് അതിന്റെ കൗണ്ടറുകൾ നമ്മൾ അറിയാതെ വരും. മുള്ളൻചന്ദ്രപ്പനുണ്ടല്ലോ ഈ സാധനം, അതായത് പറഞ്ഞ സീനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഫ്ലിപ്പ് ആവുന്ന ഡയലോഗ്. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ എടുത്ത് കഴിച്ചോ വേണ്ട എന്ന് പറയും. എടുത്ത് കഴിച്ചോടാന്ന് പറയും. വേണ്ട, ഞങ്ങൾ തന്നെ കഴിച്ചോളാം, എടുത്ത് കഴിച്ചോളാം പറയുന്നല്ലേ. ഒരു 2 വർഷം സമയം തന്ന ഈ ലോണിന്റെ പകുതിയെങ്കിലും ഞാൻ പറയുന്ന സമയത്ത് നമുക്ക് ചിരിയാണ്. അതായത് സാധാരണ ആ സിറ്റുവേഷനിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ ചേച്ചി നിന്ന് കുളിപ്പിച്ചോ ഞാനും കുളിപ്പിച്ചാരെന്ന് പറയുന്ന സമയത്ത് അതെവിടുന്ന ഐഡിയ അല്ല. ഇവര് ജീവിതത്തെ നിസ്സാരമായിട്ടാ കാണുന്നത്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണമാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിടിച്ച്, ഇവർക്ക് ഇതൊക്കെ നിത്യസംഭവമല്ലേ. ഇങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ പോലീസ് കൊണ്ടുപോകുക, സ്റ്റേഷനിൽ കൊണ്ട് ജാമ്യത്തിൽ വിടുക, അല്ലെങ്കിൽ കുറച്ച് നാൾ ജയിലിൽ പോയി കിടക്കുക എന്നൊക്കെ പറയുന്നത് യൂസ് ടു അവർക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് ഉണ്ടാവില്ല, അതിന്റെ ദുഃഖം മുഖത്തുണ്ടാവില്ല. അവരവിടെ കാഷ്വലായിട്ട് ചെല്ലും. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അയ്യോ ഞാൻ ചിരിച്ചു കണ്ണടച്ചു പോയി നിന്നു ഒന്നുകൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മര്യാദ കേൾക്കുന്നു. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാല് ഏത് സ്റ്റേഷനിലും ഒരു ക്രിമിനലെ പിടിച്ചാൽ അവനൊക്കെ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കും. ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. ഇവർക്ക് അതൊന്നും വിഷയമൊന്നുമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ മറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു ഹ്യൂമർ വരുന്നത്. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് മാറി ആ ക്യാരക്ടർ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു റിയാക്ഷൻ ചെയ്യുമ്പോഴും പ്രതികരിക്കുമ്പോഴാണല്ലോ അതിൽ രസം വരുന്നത്. അപ്പോഴാണ് ചിരിയും വരുന്നത്. പിന്നെ സന്ദർഭം അറിയാതെ പോയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ തല്ലുകൊണ്ട് ഇങ്ങേര് തല്ലുകൊണ്ട് എൻ്റെ പിറന്നാളായിട്ട് മോൻ നല്ല സമ്മാനമാണ് എനിക്ക് തന്നതെന്ന് പറയുമ്പോഴാണ് ബിജുക്കുട്ടിന് ഓർമ്മ വന്നത് പിറന്നാളിന് വിഷ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഒരു ഔചിത്യമുള്ളവർ ആ സമയത്ത് മിണ്ടാതിരിക്കുള്ളൂ. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ചെന്ന് ആ സിറ്റുവേഷനിൽ പുള്ളി പറയുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ് ചിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം അത് നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും. ഈ സന്ദർഭം ചിന്തിക്കാതെ ചിലവർ വന്നിട്ട് ചില കാര്യങ്ങൾ ഈ മരണ വീടുകൾ, ഞാൻ ഒരു സ്ഥലത്ത് എൻ്റെ സുഹൃത്ത് മരിച്ചു കൊടുത്ത് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ് പിറ്റേ ദിവസം 2-ാം തീയതിയാണ് ആ ദിവസം. അപ്പോഴേക്കും ഞാൻ ആ ബോഡിയുടെ അടുത്തുനിന്ന് ജസ്റ്റ് മാറി ഒരാൾ വന്നിട്ട് കഴിഞ്ഞിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും എനിക്ക്. ഞാനിങ്ങനെ നോക്കി എന്ത് പറയാൻ പറ്റും, മരിച്ച വീട്ടിൽ ചെന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഔചിത്യമില്ല. അവിടെ മരണ വീടാണ്, ആ ബോഡിയുടെ അടുത്ത് നിങ്ങൾ മാറിയപ്പോൾ ഒരാൾ, പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. പുള്ളി ഇന്നലെ ന്യൂ ഇയർ ആയതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ വിഷയം ചെയ്തു. അങ്ങനെ ഔചിത്യമില്ലായ്മയുണ്ട് ചില. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾ എഴുതുമ്പോൾ വരും.